പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് കേട്ടോ. ആ സെറ്റിംഗ്സ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്കുകൾ നമ്മുടെ കൂട്ടുകാർക്ക് ഡീറ്റെയിലോട് കൂടി അയച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. ഇതുപോലെ ഇതെങ്ങനെ നമുക്ക് ഈ ഡീറ്റെയിൽ ഉൾപ്പെടെ ഇതുപോലെ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഒരു സെറ്റിംഗ്സ് മാറുമ്പോഴാണ് നമുക്ക് ഈ തമ്പനയിൽ കിട്ടാത്തത്. ഈ ഡീറ്റെയിലിനെ നമ്മൾ പറയുന്നത് തമ്പനയിൽ എന്നാണ്. അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് അത് വീഡിയോ കണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ യൂട്യൂബിലെ എൻ്റെ ചാനലിലെ ഒരു ലിങ്ക് ഇതുപോലെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ ലിങ്ക് ഇതുപോലെ കോപ്പി ചെയ്ത് ഇതിപ്പോൾ ഞാൻ വാട്സപ്പിൽ എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ലിങ്ക് മാത്രമേ ഇതുപോലെ ഷെയർ ആകത്തുള്ളൂ, ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇതുപോലെ വീഡിയോയുടെ ഡീറ്റെയിൽ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു സെറ്റിംഗ്സ് മാറിയത് കൊണ്ട് ആണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അതാണ് ഇന്ന് വീഡിയോയിൽ ആ സെറ്റിംഗ്സ് ഏതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വാട്സപ്പിലെ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. IP അഡ്രസ്സിനെ കുറിച്ചും കാര്യങ്ങളും എല്ലാം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് താഴെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ഓണിലാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓണിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് മാത്രമേ ഷെയർ ആകത്തുള്ളൂ. ഇനി ഞാൻ ആ ലിങ്ക് വീണ്ടും ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്സപ്പിലെ നമ്മുടെ തന്നെ ചാറ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുഴുവനായിട്ട് വീഡിയോയുടെ തമ്പനയിൽ മുഴുവനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇവിടെ വെച്ച് തന്നെ പ്ലേ ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ലിങ്കുകൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.